Ishmoriyo Igidoyo Darohuso Nathan Shuddhan Arishkadi. പിതാവിനും പുത്രനും പരിശുദ്ധർവായിക്കും സ്തുതി. ആദ്യമുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം മരണവീട്ടിലെ ദുഃഖ പ്രഹസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണവീടുകളെ എത്രത്തോളം പ്രഹസനപരമാക്കി മാറ്റുന്നു എന്നുള്ളത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാലസ്തീൻ നാടുകളിൽ കർത്താവിൻ്റെ കാലത്ത് വീട്ടിലെ ഒരാൾ മരിച്ചാൽ സാധാരണയായി ആ കുടുംബത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി വന്ന് ഒരു കൂട്ടക്കരച്ചിൽ നടത്തും. ഈ കൂട്ടക്കരച്ചിലിൻ്റെ ദൈർഘ്യം ഒരു ശ്വാസം തീരുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് സാധാരണ കരച്ചിൽ വേണമെങ്കിൽ തുടരാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതും പോരെങ്കിൽ കരയാനായിട്ട് സ്ത്രീ പുരുഷന്മാരെ അവർക്ക് വാടകയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിരിക്കുന്ന വസ്തുത. ഇപ്പോൾ ഈ കാലത്ത് പോലും ഉത്തരേന്ത്യയിൽ രുദാലിമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ വംശത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. മരണവീടുകളിൽ അവർ വാടകക്കാരായി വന്ന് കരച്ചിലും വിലാപവും നടത്തിക്കൊള്ളും. അവർ ചോദിക്കുന്ന പണം അവർക്ക് കൊടുത്താൽ മതി. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കർത്താവിൻ്റെ കാലത്തും പാലസ്തീനിൽ നിലനിന്നിരുന്നു എന്ന് കേൾക്കുമ്പോൾ എക്കാലത്തും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ കൂട്ടക്കരച്ചിൽ, അതും സംഗീതോപകരണങ്ങളോടുകൂടിയ കൂലിക്കരച്ചിൽ ആണെന്ന് നാം മറന്നുപോകരുത്. പാലസ്തീൻ നാടുകളിലെ കഴിവുള്ളവരുടെ മരണവീടുകളിൽ ഒരു സാധാരണ പരിപാടിയായിരുന്നു ഇത്തരത്തിലുള്ള കൂലിക്കരച്ചിൽ. വിശിഷ്ട വ്യക്തികളല്ലാത്തവർക്ക് ഇത് 8 ദിവസത്തേക്കാണെങ്കിൽ വിശിഷ്ട വ്യക്തികൾക്കിത് 1 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിലാപ പരമ്പര തന്നെയായിരുന്നു. വീട്ടിൽ മാത്രം ഒതുക്കി നിർത്താതെ ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്രയായും ഈ പരിപാടി നടത്തിയിരുന്നു. ശ്വാസം പിടിച്ചൊരു കൂട്ടനിലവിളിയിൽ തുടങ്ങി ശ്വാസം തീരുമ്പോൾ ഏങ്ങിക്കരച്ചിലുകളിൽ വാടക കരച്ചിലുകാരുടെ വിലാപ പ്രഹസനം തൽക്കാലം അവസാനിക്കും. തുടർന്ന് അങ്ങോട്ടൊരു എണ്ണിപ്പറച്ചിലുകളുടെ കഥയാണ് ആരംഭിക്കുക. പരേതൻ്റെ സൗന്ദര്യവും ആരോഗ്യസ്ഥിതിയും കുടുംബസ്നേഹവും വീരകൃത്യങ്ങളും എന്നുവേണ്ട വിലാപ വൃന്ദത്തിൻ്റെ കഴിവും ഭാവനയും എല്ലാം ഭംഗിയായി ചേർത്ത് ഈ സമയം അവർ എണ്ണിപ്പറച്ചിലിൻ്റെ അവസരമാക്കി മാറ്റിക്കളയും. വീട്ടിലുള്ളവർക്ക് ദുഃഖം പ്രകടിപ്പിക്കുവാൻ ചില അംഗീകൃത വിധമുണ്ട്. ദുഃഖത്തിൻ്റെ പ്രദർശന മൂല്യം കൂട്ടാനായിട്ട് ദേഹത്ത് മുറിവ് ഏൽപ്പിക്കാം. മുഖം കഴുകാതെ, തലയിൽ എണ്ണ പുരട്ടാതെ, മുടി ചീകാതെ, പുറം വസ്ത്രം കീറി ചാരത്തിലിരുന്ന് ആരോടും മിണ്ടാതെ മൗനമായിരുന്ന് ഒക്കെ ദുഃഖം അവർ പ്രകടിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. പൂഴി വാരിയെറിഞ്ഞും പൊടിയിൽ കിടന്നുമൊക്കെ അവർ കരച്ചിൽ അഭിനയിച്ചിരുന്നു. യിരെമ്യാ പ്രവചനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 17ഉം 20ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴും 16-ാമത്തെ അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോഴും യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ 24-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോഴും 2 ശമൂവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ
2, 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോഴും 15-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതിന് സമാനമായ ചില സാഹചര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മരിച്ചവർക്ക് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുതെന്നും മുൻഭാഗത്ത് കഷണ്ടി ഉണ്ടാക്കരുതെന്നും ദൈവം കൽപ്പിച്ചിരുന്നതായി ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ 28, ആവർത്തന പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്നീ ഭാഗങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പാലസ്തീൻ നാട്ടിൽ അവർ ഇക്കാര്യങ്ങളെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്ന് വേണം കരുതാൻ. തുടർന്നുള്ള ഇത്തരം കൗതുകരമായ കാര്യങ്ങളെക്കുറിച്ചും വേദപുസ്തക പശ്ചാത്തലങ്ങളെക്കുറിച്ചും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭ പണിതാനീശൻ 270 തോടുകൾ സ്ഥാപിച്ചു. ഗിരികർന്നുവിലേറ്റം തിരുസഭയൊത്തുംഗം പണി ചെയ്തൊരു ശില്പി തൻവാസം വാനിൽ. ഹാലേലുയ്യ, ഓ ഹാലേലുയ്യ. മന്ദിരമൊടുവേദി പണിതപരൻ